Good morning, everyone. Good morning, ma'am. Good morning, ma'am. Okay, how are you all? I'm fine, ma'am. Yeah. Okay, doing well. Yeah. Have you had your breakfast? Yes, ma'am. Yes. Okay, ready Anna? Yes, ma'am. Yes. Yeah, okay. Yeah. Moving on the topic. നമ്മുടെ ക്ലാസ്സില് കഴിഞ്ഞ ക്ലാസ്സിലെ ബില്ലിലാണ് പറഞ്ഞത് അല്ലേ? So can, could and will നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ ഈസ് would. would എന്താണ്? വില്ലിന്റെ പാസ്റ്റ് ആണ് would എന്ന് പറഞ്ഞു അല്ലേ? വില്ലിന്റെ പാസ്റ്റ് ആണ് would. സോ നമ്മൾ would നമ്മൾ മെയിൻലി യൂസ് ചെയ്യാം നമ്മളൊരു കാര്യം ഒരാളോട് പറയണം. അതായത് നമ്മളോട് പറഞ്ഞൊരു കാര്യം, എന്നോട് ഒരാള് ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ നിങ്ങളോട് വന്ന് പറയണം അല്ലെ? ഒരു റിപ്പോർട്ട് ചെയ്യാണ്, മൂന്നാമത് ആളടുത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ്. സോ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം പറയുമ്പോൾ അത് നമുക്ക് would അല്ലെ? അവിടെ നമുക്ക് would യൂസ് ചെയ്യാം. ഓക്കെ, ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്. നമ്മള് ഫ്യൂച്ചറിലെ കാര്യം, അതായത് ഫ്യൂച്ചറിലെ കാര്യം നമ്മൾ പാസ്റ്റേക്ക് പറയില്ലേ? അതായത് എക്സാമ്പിൾ നോക്കിയേ, യെസ്റ്റർഡേ ഹി ടോൾഡ് മീ ഇറ്റ് വുഡ് റെയിൻ. കണ്ടോ? യെസ്റ്റർഡേ അവൻ ഇന്നലെ എന്നോട് പറഞ്ഞു മഴ പെയ്തേക്കാം. ഓക്കെ, പാസ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ്, ഫ്യൂച്ചറിനെ കുറിച്ച് പാസ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ്, ഒരാളുടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോ അപ്പൊ എങ്ങനെയാണ് നമ്മൾ പറയുക? അവൻ എന്നോട് പറഞ്ഞു, ഹി ടോൾഡ് മീ യെസ്റ്റർഡേ ഹി ടോൾഡ് മീ ഇറ്റ് വുഡ് റെയിൻ. അവിടെ വിൽ അല്ല വരാം, വുഡ് ആണ് വരാം. ഓക്കെ, ഇറ്റ് വുഡ് റെയിൻ. നെക്സ്റ്റ് വൺ, they said they would be here. അവൻ പറഞ്ഞു അവനിവിടെ ഉണ്ടാകും അല്ലെ? അവനിവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലും would യൂസ് ചെയ്യാം. ഓക്കെ, then to express a past habitual action in the past. അതൊരു habitual action, past നടന്നൊരു habitual action പറയാനും നമ്മൾ would യൂസ് ചെയ്യാറുണ്ട്. I would meet on I would meet her ആണ്. മീറ്റിന് ശേഷം എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യാം, അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഹെറോ നിങ്ങളുടെ ഫ്രണ്ടോ ആരെങ്കിലും ആവട്ടെ. ഓക്കെ, അപ്പൊ I would meet her on my way to home. I would meet her on my way to home. അതായത് എന്താണ്, ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവളെ മീറ്റ് ചെയ്തിരുന്നു, ചെയ്യും എന്നൊക്കെയാണ് പറയാം. മനസ്സിലായോ? പാസ്റ്റിലെ കാര്യമാണ്. സോ ചെയ്തു എന്നല്ല, ചെയ്യും, ചെയ്യാം എന്നൊക്കെയാണ് പറയാം. ഓക്കെ, ഇനി അടുത്തത് ടു എക്സ്പ്രസ് പൊളൈറ്റ്നെസ്. നമ്മൾ മെയിൻലി would യൂസ് ചെയ്യുക എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനായിരിക്കും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാം. എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ അല്ലെ, നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റോ പെർമിഷനോ അല്ലെങ്കിൽ സജഷനോ ഓഫറോ ഒക്കെ പറയാനായിട്ട് നമ്മൾ would യൂസ് ചെയ്യും. നമ്മൾ could എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ തന്നെയാണ് would. ഓക്കെ, would പൊളൈറ്റ് എക്സ്പ്രഷൻ ആയിരുന്നു, അതുപോലെ തന്നെയാണ് woodലും വരാം, പൊളൈറ്റ്നെസ് ആണ്. സോ നമുക്ക് would യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് would യൂസ് ചെയ്യാവുന്നതാണ്. would you please tell me the way to the hospital? നമ്മൾ ഒന്ന് പറയാവോ, ദയവായി ഒന്ന് പറയാവോ, ഹോസ്പിറ്റലിലേക്ക് വഴി ഒന്ന് ദയവായി പറയാവോ എന്നാണ്. ഇവിടെ നമുക്ക് could യൂസ് ചെയ്യാം, ചെയ്തുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ, രണ്ടും സെയിം ആണ്, ഒരു പൊളൈറ്റ് എക്സ്പ്രഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ would യൂസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് could. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ ചോദിക്കാം? would you like some tea or coffee? നിങ്ങൾക്ക് ടീ ആണോ കോഫിയാണോ ഇഷ്ടം? ഓക്കെ, would you please come here? നിങ്ങൾക്ക് ദയവായി നിങ്ങൾ വരാവോ? ഇനി would you please go from here? ഇവിടെ നിന്നൊന്ന് പോകാവോ, ദയവായി ഇവിടെ നിന്ന് പോകാവോ? ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ would യൂസ് ചെയ്യുക. വില്ലും ക്യാനും, ക്യാൻ എന്ന് പറയുന്നത് ഒരു എബിലിറ്റി ആണ്, പക്ഷെ വിൽ എന്ന് പറയുന്നത് നമ്മൾ 100% നമ്മൾ ചെയ്യും. അങ്ങനെയാണ് ക്യാനും വില്ലും തമ്മിലൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി കുഡും വുഡും ഏകദേശം ഒരു സെയിം ആണ്. ഈ പെർമിഷനും ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ ഏകദേശം സെയിം ആണ് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ? Is it clear or not? ഒന്നും കൂടെ പറയോ മാം? ഗുഡ്.
ഏതാണ് ഡൗട്ട് ഉള്ളത്? ക്വസ്റ്റ്യൻ ആണോ, പൊളൈറ്റ്നസ് ആണോ, അബ്സംഷൻ ആണോ? എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന്? എങ്ങനെയാ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മള് ഒരു കാര്യം ഒരാളോട് ചോദിക്കണം. നമുക്ക് അതിപ്പോ നമ്മൾ ക്യാനും ബില്ലും പറഞ്ഞ പോലെ ഇതൊരു ഫ്രണ്ട് സർക്കിളിലാണ് നമ്മൾ ഈ ക്യാനും ബില്ലും ചോദിക്കുക അല്ലെ. നമ്മൾ അത്രയും കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് റിക്വസ്റ്റിന്റെയോ ഓരോ നമ്മൾക്ക് റെസ്പെക്റ്റിന്റെയോ ഒന്നും ആവശ്യമില്ല അല്ലെ. അപ്പൊ നമുക്ക് വേണ്ടി ചോദിക്കാം can I take your pen എന്ന് ചോദിക്കാം. അവിടെ റെസ്പെക്ട് ആവശ്യമില്ല. അതല്ലെങ്കിൽ you take your pen എന്ന് ചോദിക്കാം. അതും അവിടെ നമുക്ക് റെസ്പെക്റ്റിന്റെ ആവശ്യമില്ല. പക്ഷെ റെസ്പെക്ട് ചെയ്യേണ്ടത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം അല്ലെ. ഒന്ന് ഒരു പൊളൈറ്റ്നസ് കാണിക്കേണ്ടത് അത് കാണിക്കുകയും വേണം. അവിടെയും നമ്മള് കുഡ് അല്ലെങ്കിൽ വുഡ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോ would you please come here എന്ന് ചോദിക്കുമ്പോ ദയവായി ഒന്ന് വരാമോ എന്നാണ്. ഒരു ഭയങ്കര പൊളൈറ്റ്നസ് ആണ്. ഇനിയിപ്പോ will you come here എന്ന് ചോദിച്ചാൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. മനസ്സിലായോ? ആ എക്സ്പ്രഷൻ മാറുന്നു എന്നുള്ളൂ. പൊളൈറ്റ് ആകുന്നു. വുഡ് ചോദിക്കുമ്പോൾ പൊളൈറ്റ് ആകുന്നു. വില്ല് ചോദിച്ചുകൊണ്ടും അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. ആ പൊളൈറ്റ്നസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെയാണല്ലോ ഇപ്പോ നിങ്ങൾ ക്യാൻ, കുഡ്, വില്ല്, വുഡ് ഇത് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. യൂസ് ചെയ്താല് മിസ്റ്റേക്ക് ഒന്നുമല്ല. മനസ്സിലായി? ഇപ്പൊ മിസ്റ്റേക്ക് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തല്ലോ, ക്യാൻ വെച്ചിട്ട് ഒന്ന് ചോദിച്ചല്ലോ, മിസ്റ്റേക്ക് ആണോ? ഒരിക്കലും മിസ്റ്റേക്ക് അല്ല. ഓക്കെ. അവിടെ എക്സ്പ്രഷൻസ് ഒന്ന് മാറുന്നു. നിങ്ങളുടെ ഒരു ബിഹേവിയറിൽ ഇപ്പോ ഒരു റെസ്പെക്ട് ഇല്ലായ്മ അത്രയൊക്കെ ഉള്ളു. അല്ലാണ്ട് ആ ക്വസ്റ്റിന്റെ മീനിങ്ങിനോ ഒന്നും യാതൊരുവിധ ചേഞ്ചും വരില്ല. ഓക്കെ. നമ്മുടെ ഒരു ഇപ്പോ ഒരു പൊളൈറ്റ് ആയിട്ട് ഒന്ന് ദയവായി ഒക്കെ ചോദിക്കില്ലേ? അങ്ങനെ ചോദിക്കുമ്പോ അതിന് വേണ്ടിയിട്ടാണ് ഈ വുഡ് കുട്ടൊക്കെ. അത് ജസ്റ്റ് ഒന്ന് ഭയങ്കര താഴ്മയോട് ചോദിക്കുക, ഒരു റെസ്പെക്റ്റോട് ചോദിക്കുക, അതായത് റെസ്പെക്റ്റോട് ഓഫർ പറയുക. അതിന് വേണ്ടിയിട്ടാണ് ഈ കുഡും വുഡ്. അഥവാ ക്യാൻ ബില്ല് വെച്ച് ചോദിച്ചുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ഒരു എക്സ്പ്രഷൻ ആണ് would you mind if I. would you mind if I എന്ന് പറഞ്ഞാല് എന്തെങ്കിലും വിരോധമുണ്ടോ? ഞാനത് ചെയ്യുന്നതില് നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോകുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അല്ലെ, ഞാൻ അവരോട് സംസാരിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? നമ്മൾ ഇടയ്ക്ക് എപ്പോഴും മിക്കപ്പോഴൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് അവിടെ ഇങ്ങനെ പറയാം would you mind if I എന്താണ് ഞാൻ അവരോട് സംസാരിക്കുന്ന പറയുമ്പോ would you mind if I talk to him. ഞാനിവിടെ സംസാരിക്കുന്നതിന് വിരോധമുണ്ടോ? ഓക്കെ. ഇനി would you mind if I open the window. ഞാൻ ആ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിന് നിനക്ക് വിരോധമുണ്ടോ? ഓക്കെ. would you mind if I close the door. ഞാൻ ആ ഡോർ ക്ലോസ് ചെയ്യുന്നതിന് നിനക്ക് വിരോധമുണ്ടോ? ഓക്കെ. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഈ would you mind if I വെച്ച് ചോദിക്കാതെ എനിക്ക് നിനക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യുന്നില്ല, നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നാണ്. സോ would you mind if I കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോ ഞാനത് ചെയ്യുന്നതിന് നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? would you mind if I do that. ഞാനത് ചെയ്യുന്നതിന് നിനക്ക് വിരോധമുണ്ടോ? ഓക്കെ. സോ ക്ലിയർ ആണോ? ഇനിയിപ്പോ would you mind if I change the channel. ഞാൻ ആ ചാനൽ ചേഞ്ച് ചെയ്യുന്നതിന് നിനക്ക് വിരോധമുണ്ടോ? അല്ലെങ്കിൽ would you mind if I leave early. ഞാൻ നേരത്തെ പോകുന്നതിന് നിനക്ക് വിരോധമുണ്ടോ? ഓക്കെ. സോ ഇങ്ങനെയാണ് ഈ ഒരു സെന്റൻസ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ. ക്ലിയർ ആണോ? ഓക്കെ മാം. ഓക്കെ. അപ്പോ ഇതെല്ലാം നമ്മൾ നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യണം. ഓക്കെ. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് സ്പോണ്ടേനിയസ്ലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റൂ. ഓക്കെ. നെക്സ്റ്റ് ഒരു എക്സ്പ്രഷൻ ആണ് what you like to. what you like to means എന്താണ് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ. നിനക്ക് ഇപ്പൊ എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? നീ ഇപ്പൊ നിനക്കിപ്പോ എന്താണ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്? എന്താണ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഓക്കെ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് what would you like to ചോദിക്കാം. what would you like to have. നിനക്ക് എന്താണ് കഴിക്കാൻ ഇഷ്ടം? നീ എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? what would you like to read. നീ എന്താണ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഓക്കെ. what would you like to study. നീ എന്താണ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഇവിടെ രണ്ടും ഒരേ എക്സാമ്പിൾ തന്നെ രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. സോ അതിലേക്കും. ഓക്കെ. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മള് വുഡ് വെച്ചിട്ടൊക്കെ കുറച്ച് യൂസേജ് ഇങ്ങനെയൊക്കെയാണ് വരാം. ക്ലിയർ ആണോ? ഇനിയിപ്പോ ക്യാൻ, ഗുഡ് ഈ 4 നമ്മുടെ മൊഡാലിബോബും കംപ്ലീറ്റ് ചെയ്തു. 4 ക്ലിയർ ആണോ? യൂസ് ചെയ്യാൻ പറ്റുമോ?
റെസ്പോണ്ട് ചെയ്യൂ. ഡൗട്ട് ഉണ്ടോ? പറയൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? നയന ക്ലിയർ ആണോ? യെസ് മാം. ക്ലിയർ ആണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ നയന? മാം, ഈ കുഡിന്റെ ഒരു തവണ പറഞ്ഞില്ലേ, എന്തോ ഒരു ഹാവ് ബീൻ ആകുമ്പോൾ കുഡ് ഹാവ് ബീൻ ആണോ? രവി അതിന്റെ ഒരു ഇത് പറഞ്ഞില്ല, ഒരു പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് പറഞ്ഞു തരുമോ? കുഡ് ഹാവ് ബീൻ നമുക്കങ്ങനെ അധികം യൂസേജ് വരാറില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം വെക്കുക. അതായത് നമുക്ക് എന്തെങ്കിലും ആകാമായിരുന്നു. മനസ്സിലായോ? എനിക്ക് എന്നതാകാമായിരുന്നു, പക്ഷെ ഞാൻ ആയില്ല. ഇപ്പോ നമ്മളിപ്പോ ഇത്രയും ആയി അല്ലെ, ഇത്രയും ഏജ്ഡ് ആയി. കുഞ്ഞിലേ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും എല്ലാവർക്കും അല്ലെ, പക്ഷെ എനിക്കത് ആകാൻ പറ്റിയില്ല അല്ലെ. എനിക്കത് ആകാമായിരുന്നു എന്നൊരു തോട്ട് എപ്പോഴെങ്കിലും നമുക്ക് വരും. ആ സമയത്ത് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഡാൻസർ, എനിക്കൊരു ഡാൻസർ ആകാമായിരുന്നു. മനസ്സിലായോ? സിംഗർ, എനിക്കൊരു സിംഗർ ആകാമായിരുന്നു. അപ്പോ അത് നമുക്ക് പണ്ടതാണ്, കഴിഞ്ഞുപോയ കാര്യമാണ്, പാസ്റ്റിലെ കാര്യമാണ് ഈ കുജ വെച്ചിട്ട് പറയും. എനിക്കത് ആകാമായിരുന്നു. മനസ്സിലായോ? പക്ഷെ ഇപ്പൊ പറ്റില്ല, പക്ഷെ എനിക്ക് അന്ന് അത് ആകാമായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് കുജാബിന്റെ യൂസേജ് വരാം. ഓക്കെ, ഇനിയിപ്പോ ഒരു കാര്യം നിങ്ങൾക്ക് അത് ചെയ്യാമായിരുന്നു എന്ന് പറയില്ലേ. എനിക്ക് എന്നാ അവനോട് സംസാരിക്കാമായിരുന്നു എന്നെങ്ങനെയാ പറയാ? പറയൂ. കുജാബി അവനോട് സംസാരിക്കാമായിരുന്നു. I could have been to speak to him. I could have been To speak to him. കേട്ടില്ല. I could have been talked to him. അങ്ങനെ പറയാം. I could have been talked to him വഴി പറയാം. എനിക്ക് അവനോട് സംസാരിക്കാമായിരുന്നു. ഇനിയിപ്പോ have been യൂസ് ചെയ്തില്ല, have മാത്രമാണെങ്കിൽ നമുക്ക് അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. എനിക്ക് അവനോട് അന്ന് സംസാരിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് വരിക. മനസ്സിലായോ? have been യൂസ് ചെയ്യണമെന്ന് നിർബന്ധവും ഇല്ല. have വെച്ചിട്ട് പറയാം. Okay, I could have talked to him. എനിക്ക് അവനോട് സംസാരിക്കാൻ കഴിയുമായിരുന്നു. I could have talked to him. Okay, അങ്ങനെയും പറയാം. അതുകൊണ്ട് could have been യൂസ് ചെയ്യണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. could have ആണെങ്കിൽ ഏകദേശം മീനിങ് കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയോ? യെസ് മാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇതിപ്പോ ക്യാൻ, കുഡ്, വില്ല്, വുഡ് ഡൗട്ട് ഉണ്ട്. നിഷ, വുഡ് ആണോ ഡൗട്ട്? യെസ്, വുഡ്. വുഡ് ക്ലിയർ ആയോ? സബീന ക്ലിയർ ആണോ? വുഡ് ക്ലിയർ ആണോ? Clear ആണ് മാം. യാ, ഓക്കെ. ഒന്ന് വുഡ് എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാമോ? ഹാബിറ്റൽ ആക്ഷൻ, പാസ്റ്റിലെ ഹാബിറ്റൽ ആക്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വുഡ് അല്ലെങ്കിൽ കുഡ് യൂസ് ചെയ്യാം. റെസ്പെക്റ്റോട് കൂടിയിട്ട് അല്ലെങ്കിൽ പൊളൈറ്റോട് കൂടി പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുഡ് അല്ലെങ്കിൽ വുഡ് യൂസ് ചെയ്യാം. അതായത് would you like some coffee or tea, like that we can ask. Would you please come here, like that we can use would. Willing, caനും എബിലിറ്റി, ഐ ക്യാൻ, എബിലിറ്റി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാൻ യൂസ് ചെയ്യുന്നത്. വില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യും എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് വില്ല് യൂസ് ചെയ്യുന്നത്. വുഡും കുഡും യൂസ് ചെയ്യുന്നത് നമ്മളൊരു കാര്യം റെസ്പെക്റ്റോട് കൂടി അല്ലെങ്കിൽ പൊളൈറ്റ്, മര്യാദയോട് കൂടി പറയുന്നതിന് വേണ്ടിയിട്ടാണ് വുഡ് അല്ലെങ്കിൽ കുഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിഷ ക്ലിയർ ആയോ?
Yes. Okay. Yeah. Any next one? Shall and should ആണ്. Shall. ഷാൽ നമുക്കറിയാം ബില്ല് പഠിച്ചപ്പോൾ നമ്മൾ ഷാലിനെ കുറിച്ച് പറഞ്ഞതാണ് അല്ലെ. ഒരു 50% ചാൻസ് ആണ് ഷാലിനുള്ളത്. ഓക്കെ. ഇപ്പോ നമുക്കത് ഫ്യൂച്ചർ ഷാല് നമ്മൾ ഫ്യൂച്ചറിലേക്കാണ് യൂസ് ചെയ്യുക. ബില്ലും അങ്ങനെ തന്നെയാണ്, നമ്മൾ ഫ്യൂച്ചറിലേക്കാണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ നോക്കിയേ, ഐ ഷാൽ മീറ്റ് ഹിം വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ അവരെ മീറ്റ് ചെയ്യും. പക്ഷേ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണ്, ഞാൻ മീറ്റ് ചെയ്യും. അവർ ഷാലോ വില്ലോ യൂസ് ചെയ്യുന്നത് മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഷാൽ യൂസ് ചെയ്യുമ്പോൾ അത് ചാൻസ് വളരെ കുറവാണ്. ഞാൻ അത് അവരെ മീറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ അവിടെ ചാൻസ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരു 50% ചാൻസ് ഉള്ളൂ അവർ മീറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഷാൽ ഐ ഗോ ടു ഫിലിം, അങ്ങനെ യൂസ് ചെയ്യാം നയന, ഞാൻ പറയാം. അപ്പോ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഒരു 50% ചാൻസിലാക്കിയാണ് ഷാൽ നമുക്ക് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇനി സപ്പോസ് ചെയ്തുകൊണ്ട് അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഐ ഷാൽ ബി ദേർ അറ്റ് 8 PM. ഞാൻ 8 മണിക്ക് അവിടെ ഉണ്ടാകും. അപ്പോഴും ചാൻസ് കുറവാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പാണ് 8 മണിക്ക് അവിടെ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ ഷാൽ വെച്ച് പറഞ്ഞു എന്ന് വിചാരിക്കും. അതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഷാൽ നമ്മൾ ഇത്രയും ചാൻസ് കുറവായിട്ടാണ് യൂസ് ചെയ്യുക. ബില്ലാണ് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഒരു ഷുവറിറ്റി, നമ്മൾ എപ്പോഴും ഷുവർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബില്ലാണ്. ഓക്കെ. അപ്പോ ഫ്യൂച്ചറിന്റെ ഒരു കാര്യമാണ്, നമുക്ക് ചെയ്യും, ഞങ്ങൾക്ക് അവിടെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് ബില്ലോ ഷാലോ ആണ്. ഷാൽ എന്ന് പറയുന്നത് 50% ചാൻസ് ആണ്. ഇപ്പൊ സപ്പോസ് ഇനി യൂസ് ചെയ്തുകൊണ്ട് there is no mistake. ഓക്കെ. ഇനി to express suggestions, ഒരു സജഷൻ പറയാനും. ഇപ്പൊ shall I be begin dinner, നമുക്ക് ഡിന്നർ കഴിക്കാൻ തുടങ്ങിയാലോ എന്നൊക്കെയാണ്. shall I move into the living room, നമുക്ക് റൂമിലേക്ക് പോയാലോ ഒരു സജഷൻ ആണ്. നമുക്ക് പോയാലോ. ഓക്കെ. ഇപ്പോ നയന അപ്പൊ ചോദിച്ച പോലെ shall I go to film, shall I go to a film, ഞാൻ സിനിമയ്ക്ക് പൊയ്ക്കോട്ടെ അല്ലെ, അങ്ങനെയാണ് പൊയ്ക്കോട്ടെ എന്നാണ്. പൊയ്ക്കോട്ടെ എന്നാണ്. അതും ഒരു ഏകദേശം ഒരു സജഷൻ ആണോ ക്വസ്റ്റൻ ആണെന്നൊക്കെ പറയും. അങ്ങനെയും ചോദിക്കാവുന്നതാണ്. ഓക്കെ. ഇനി പ്രോമിസ്, ഐ ഷാൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ് ഫോർ യു. നിനക്കെല്ലാം ഞാൻ ടേക്ക് കെയർ ചെയ്യാം. ഓക്കെ. ഇവിടെയും വ്യത്യാസം എന്ന് പറയുന്നത് ബില്ലും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ബില്ലാണ്. നേരത്തെ പറഞ്ഞ പോലെയാണ്, ഷുവർ ആണ്. ബില്ല് പറയുമ്പോൾ ഷുവർ ആണ്, ഉറപ്പാണ്. ബട്ട് ഷാൽ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഷുവാരിറ്റി കുറച്ചുകൂടെ ലെസ് ആവും. ഓക്കെ. അത്രയേ ഉള്ളൂ ബില്ലും ഷാലും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ രണ്ടും യൂസ് ചെയ്തുകൊണ്ട് അവിടെ മിസ്റ്റേക്ക് ഒന്നും വരാനില്ല. ഓക്കെ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് ബില്ലും ഷാലും തമ്മിലുള്ളത്. ഇനി ഷുഡ് ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണം. To express duty എന്ന് പറയാം. To express duty or responsibilities എന്ന് പറയാം. അതായത് you should respect your parents. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ ഡ്യൂട്ടി ആണ്, എന്തായാലും ചെയ്യണം അല്ലെ. നമ്മുടെ പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യണം അല്ലെ. നീ നിന്റെ പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യണം എന്നാ പറയും. You should respect your parents. ഓക്കെ. അപ്പൊ should എന്ന് പറയുന്നത് ചെയ്യണം എന്നാണ്. ഇനി shouldn't ആണ് അതിന്റെ നെഗറ്റീവ് വരാം. You shouldn't play loud music in your room at night. ഓക്കെ. shouldn't ആണ് അതിന്റെ നെഗറ്റീവ് ആയിട്ട്. ഇനി when something is likely or expected, നമുക്ക് എക്സ്പെക്ടേഷൻ ആണ് പറയാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ പറയാം. ജോൺ should be here by 2 PM. ഒരു 2 മണിക്ക് ജോൺ ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ പറയില്ലേ. ഉണ്ടാവണം ഒരു എക്സ്പെക്ടേഷൻ ആണ്, ഉണ്ടാവണം എന്ന രീതിയിലാണ്. ഇനി we should go to the park tomorrow, നമുക്ക് നാളെ പാർക്കിൽ പോകണം. ഓക്കെ. അപ്പോ അങ്ങനെയാണ്, ചെയ്യണം എന്നൊക്കെ പറയില്ലേ നമ്മള്. അതിനാണ് ഈ ഷുഡ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യാം. ഇനി അഡ്വൈസ് പറയാനും നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. യു ഷുഡ് ഈറ്റ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജീസ്. നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം. യു ഷുഡ് സേവ് സം മണി ഫോർ യുവർ ഫ്യൂച്ചർ. കുറച്ച് പൈസ ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്യണം. ഓക്കെ. അപ്പോ നമ്മൾ ഇവിടേക്ക് ഷുഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് കാര്യം ചെയ്യണം. അപ്പൊ നിങ്ങളോട് പറയുമ്പോൾ യു ഷുഡ് പ്രാക്ടീസ് എവറി ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലെ. യു ഷുഡ് പ്രാക്ടീസ് എവറി ഡേ. അപ്പോ ഷുഡ് പറഞ്ഞ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ചെയ്യണം.
ഇവിടെ നമുക്ക് വേണമെങ്കിൽ മസ്റ്റ് യൂസ് ചെയ്യാം. യു മസ്റ്റ് പ്രാക്ടീസ് എവറി ഡേ എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്തായാലും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഷുഡിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണ് മസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യു മസ്റ്റ് ഡു ദാറ്റ്, നീ എന്തായാലും ചെയ്യണം. യു ഷുഡ് ഡു ദാറ്റ് പറയുമ്പോൾ നീ ചെയ്യണം. ഓക്കെ, പക്ഷെ നമ്മൾ മോസ്റ്റ്ലി കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഷുഡ് ആണ് കുറച്ചുകൂടെ നമ്മൾ യൂസ് കൂടുതൽ. മസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല, മസ്റ്റ് യൂസ് ചെയ്യാറുമുണ്ട്. സെയിം മീനിങ് ആണ്, കുറച്ച് സ്ട്രോങ് ആയിട്ട് നമുക്ക് മസ്റ്റ് വെച്ചിട്ട് പറയാം. യു മസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രോങ് ആണ്. യു ഷുഡ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു കുറവാണെങ്കിൽ മീനിങ് സെയിം ആണ്. ഓക്കെ, is it clear or understood? Any doubts? Respond to you. Doubt ഉണ്ടോ? മാം ഷുഡ് ഒന്നും കൂടെ പറയോ? ഷുഡ് ഇപ്പോ നമ്മളൊരു കാര്യം ചെയ്യണം. ഇപ്പൊ മക്കളോടാണെങ്കിൽ നീ ഇന്ന് വൈകിട്ട് വരുമ്പോ നീ എന്തായാലും പഠിക്കണം. ഓക്കെ, നമ്മൾ പഠിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാ പറയാ? നീ നന്നായിട്ട് പഠിച്ചാല് നീ എക്സാമിന് നിനക്ക് നല്ല മാർക്ക് കിട്ടും. എങ്ങനെയാ പറയാ? നീ നന്നായിട്ട് പഠിക്കണം എന്നാൽ മാത്രമേ എക്സാമിന് നല്ല മാർക്ക് കിട്ടുള്ളൂ. എന്തെങ്ങനെയാ പറയാ എന്ന് പറഞ്ഞു നോക്കി. നീ നന്നായിട്ട് പഠിക്കണം. യു ഷുഡ് സ്റ്റഡി വെൽ. യു ഷുഡ് സ്റ്റഡി വെൽ. നീ നന്നായിട്ട് പഠിക്കണം. യു ഷുഡ് സ്റ്റഡി വെൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യണം, അത് എന്തായാലും ചെയ്യണം, അങ്ങനെ ചെയ്യണം, പഠിക്കണം എന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുക. അപ്പൊ മസ്റ്റ് യൂസ് ചെയ്യാലോ. യു മസ്റ്റ് സ്റ്റഡി വെൽ. ഇത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ മസ്റ്റും ഷുഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലേ? നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനാണ്. അഡ്വൈസിനായിട്ട് കൂടുതലും നമ്മൾ യൂസ് ചെയ്യാം. അഡ്വൈസ് പറയാനും അതൊരു കാര്യം എന്താ ചെയ്യണം എന്ന് പറയാനൊക്കെയാണ് നമ്മള് മോസ്റ്റ്ലി നമ്മൾ ഷുഡ് യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? യെസ് മാം. ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാൻ പറ്റൂലേ ഷുഡ് ഐ ഗോ എന്നൊക്കെ പറയുമ്പോ? ഷുഡ് ഐ ഗോ, ഷുഡ് ഐനേക്കാളും ബെറ്റർ ഷാൽ ഐ ഗോ എന്ന് ചോദിക്കാം. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അറിയാം. അപ്പോ നമ്മുടെ മൊഡാൽ വെർബ് ഏകദേശം കംപ്ലീറ്റഡ് ആണ്. ഇനിയിപ്പോ മെയ് ഒക്കെ ഉള്ളൂ. മെയ് മൈറ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. അപ്പോ അത്രയൊക്കെ ഉള്ളൂ മൊഡാൽ വെർബ് എന്ന് പറയുന്നത്. സോ ഇത്രയും മൊഡാൽ വെർബ്സ് നമുക്ക് അത്യാവശ്യമുള്ളതാണ്. ബാക്കിയൊന്നും ഇപ്പൊ മെയ് മൈറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓട്ടിറ്റ്യൂ ഒക്കെയാണ്. ഓട്ടിറ്റ്യൂ നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് അല്ല. മസ്റ്റ് ഞാനിപ്പോ ജസ്റ്റ് പറഞ്ഞു. അപ്പൊ അത്രയൊക്കെയുള്ള എല്ലാം ഏകദേശം കണക്റ്റഡ് ആണ്. ഇപ്പോ യു ക്യാൻ യൂസ് whatever it is. ഏത് വേണമെങ്കിലും നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എന്തെങ്കിലും കാര്യം എക്സ്പ്രഷൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ ഒന്നും മിസ്റ്റേക്ക് ഒന്നും വരില്ല. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഇത് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഷാൽ എങ്ങനെയാണ്, ഷുഡ് എങ്ങനെയാണ്, വിൽ എങ്ങനെയാണ്, വുഡ്, ക്യാൻ, കുഡ്, അത് ഏകദേശം ഐഡിയ അല്ലേ? ഉണ്ടോ? ഇതൊന്നും പറയാത്തേ ക്ലിയർ ആവുന്നുണ്ടോ? എല്ലാം കണക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ക്യാൻ എന്ന് പറഞ്ഞ എബിലിറ്റി ആണ്. വിൽ എന്ന് പറഞ്ഞാൽ അത് ചെയ്യും എന്നാണ്, എന്തായാലും ചെയ്യും. ഷാൽ എന്ന് പറയുമ്പോൾ ചെയ്യും നോക്കട്ടെ ഞാൻ ചെയ്യും, ആ ഒരു രീതി വരും. ഇനിയിപ്പോ കുഡ് ആണെങ്കിലോ അത് പാസ്റ്റിലെ കാര്യം പറയാനാണ്, ഒരു കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് കുഡ് വരാം. ഇനി വുഡ് ആണെങ്കിൽ പാസ്റ്റിലെ കാര്യം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് വുഡ് വരാം. ഓക്കെ, ഷുഡ് ആണെങ്കിൽ നമുക്ക് മെയിൻലി നമ്മൾ ഷുഡ് യൂസ് ചെയ്യാൻ നമുക്ക് കാര്യം ചെയ്യണം എന്ന് പറയാനാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മൊഡാൽ വെർബ് എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ കുറച്ചേറെ എക്സാമ്പിൾസ് ഒക്കെ ഒന്നെല്ലാം പറഞ്ഞേ. അപ്പോ എല്ലാം ഓരോന്നും ഓരോ മൊഡാൽ വെർബിലും നിങ്ങൾ തന്നെ സ്വയം കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കി. പറയാൻ പറ്റുന്നവർക്ക് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് ചെയ്യാം. ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്. ഓക്കെ, റെഡി?
എന്തെങ്കിലും നമുക്ക് ഇപ്പോ എക്സാമ്പിൾസ് പറയാൻ കിട്ടിയില്ല എങ്കിൽ നമുക്കൊന്ന് മലയാളം ചോദിക്കും, നമുക്ക് തന്നെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറയൂ എല്ലാവരും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫിലിമിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. ആരൊക്കെയാ പറഞ്ഞേ? ഞാൻ പറഞ്ഞായിരുന്നു. നയന പറഞ്ഞു, പിന്നെ ആരൊക്കെയാ പറഞ്ഞേ? അഞ്ജലി പറഞ്ഞു. പറഞ്ഞില്ലേ അഞ്ജലി? ഞാൻ പറഞ്ഞു. പറയാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നുമില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറയൂ എല്ലാവരും. I can sing a song. Yeah, okay. Could do it പറയൂ നയന. I could sing. I could sing. Okay. Then ഇനി ഒരു ബില്ല് വെച്ചിട്ട് പറയാം. I will try my best. Yeah, I will try my best. Okay. Then Would you like some coffee? Would you like to dance with me? yeah, okay. Thanks to Shad and Shiv. Shall I cook dinner today? Yeah. Okay. Next. Should. Should വെച്ചിട്ട് പറയൂ നയന, കംപ്ലീറ്റ് ആവാലോ. ഓക്കെ, അഞ്ജലി എക്സാമ്പിൾസ് ഒന്ന് പറയൂ. മാം ഞാൻ ക്ലാസ് മറ്റേത് കേട്ടില്ലേ, ചേച്ചിയുടെ ബേബി കയ്യിലിരിക്കുവാണേ, അതുകൊണ്ട് അവള് ഭയങ്കര കരച്ചില്. ഓക്കെ ഓക്കെ, ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഏകദേശം ക്ലാസ് ഏകദേശം കംപ്ലീറ്റഡ് ആണ്. നമ്മളിപ്പോ മൊഡാൽ വെർബ് നോക്കി, ഓക്സിലറീസ് നോക്കി, ടെൻസസ്. സോ ഇതെല്ലാം ക്ലിയർ ആണോ? ഏകദേശം എല്ലാനും ഗ്രാമർ സെക്ഷൻ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഈ പ്രാക്ടീസ് സെക്ഷൻ ആയിരിക്കുള്ളൂ. സോ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇംഗ്ലീഷിന് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റോ, ഇപ്പൊ ഗ്രാമർ അറിയില്ല, ഗ്രാമർ ഏകദേശം ക്ലിയർ ആണ്, എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷിനെ കുറിച്ചിട്ട് എന്താണ് എനിക്ക് തോന്നുന്നത്? ക്ലിയർ ആയി വരുന്നുണ്ടോ? മനസ്സിലായോ? നിഷ, ആരെങ്കിലും ഒന്ന് പറയൂ. മനസ്സിലായി വരുന്നുണ്ട് മാം.
ഇപ്പൊ ടെൻസസ് ഒക്കെ എങ്ങനെയുണ്ട്? ക്ലിയർ ആവുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, ഇനി ഏതെങ്കിലും ഡൗട്ടുള്ള പോർഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം ഗ്രാമർ ഒക്കെ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ എടുക്കാനുള്ളത് ഡയറക്ട് സ്പീച്ച് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച്, പിന്നെ പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് ഒക്കെയാണ്. അതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഗ്രാമർ കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോ ടെൻസും എല്ലാം എല്ലാവർക്കും അറിയാലോ. ഇനിയിപ്പോ അതിനെ കുറിച്ച് വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ലല്ലോ അല്ലെ? ഇപ്പൊ എന്തെങ്കിലും സെന്റൻസ് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും ഏത് ടെൻസ് ആണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു സ്റ്റോറി പറയാം. ഒരു മലയാളം ചെറിയൊരു സ്റ്റോറി, ഒരു 6 സെന്റൻസ് ഒക്കെ ഉള്ളൂ. ഒരു സ്റ്റോറി പറയാം. ആ സ്റ്റോറി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാം. ഓക്കെ, ദെൻ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എഴുതിയെടുത്തോളൂ. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. രാജാവിന്റെ മകൾ എന്തോ? സബീന എന്തെങ്കിലും പറഞ്ഞോ? No, no. ഓക്കെ, അപ്പൊ ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തുണ്ടായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തുണ്ടായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു പന്തുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. ഓക്കെ, രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. സ്വർണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. രാജകുമാരി കരയാൻ തുടങ്ങി. രാജകുമാരി കരയാൻ തുടങ്ങി. കിണർ വക്കിലിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കിണർ വക്കിലിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ കിണറിനടുത്തിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, എഴുതി എല്ലാവരും? മലയാളം എഴുതി മാം. മലയാളം എഴുതി. ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ടെൻസ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാം. കറക്റ്റ് ആയിട്ട് ഒരു കൂടുതൽ എക്സാജറേഷൻ ഒന്നും ആവശ്യമില്ലാതെ ഇത് എങ്ങനെയാണോ മലയാളം പറഞ്ഞത് അതെന്നെ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എല്ലാവരും ചെയ്തതിനു ശേഷം എന്നോട് പറയണം. ഓക്കെ, മാക്സിമം പെട്ടെന്ന് ചെയ്യാൻ നോക്കാം, എന്നിട്ട് പറയാം നമുക്ക്. സ്വന്തമായിട്ട് ചെയ്യാം. ഓക്കെ,
മാം തിളങ്ങുന്ന എന്ന് എങ്ങനെയാ പറയാ? ഷൈൻ. ഷൈനിങ്. മാം കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ, സബീന പറയൂ. Once upon a time, there was a good king. His daughter was very beautiful. She had a golden ball twinkling like sun. She liked to play in the garden. One day, when she played in her garden, her golden ball fell into the nearby well. She started to cry. One frog sat nearby the well saw this. ഓക്കെ, സബീന ഒന്നും കൂടെ ഒന്ന് നോക്കൂ. ക്ലിയർ ആണ്. സിസ്റ്റർ എവിടേക്ക് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. Okay. അതായത് അപ്പൊ പറഞ്ഞ സ്റ്റോറി അതേപോലെ തന്നെ ചെയ്താൽ മതി. അതില് വേറെ ഒന്നും വ്യത്യാസം വരുത്തല്ല. ആ രീതിയിലൊന്ന് ചെയ്താൽ പറ്റും. നോക്കി. ഓരോ സെന്റൻസ് എടുത്തിട്ട് കറക്റ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ്. ഇനി ആരെങ്കിലും കഴിഞ്ഞോ?
Okay, is it over or completed? Finished? കഴിഞ്ഞോ? റഹ്നാൻ കഴിഞ്ഞോ? നിഷ കഴിഞ്ഞോ? ഇതാരും മിണ്ടാത്ത അതിലുണ്ടോ? ക്ലാസ്സിലുണ്ടോ? നീ പോയോ? ഇവിടെ ഉണ്ട്. ഉണ്ട്. ഓക്കെ. കഴിഞ്ഞില്ല. ക്ലാസ് കഴിഞ്ഞേക്കാൾ മുന്നേ ഫിനിഷ് ചെയ്യണോ? സിമ്പിൾ ആണ്, ഒരുപാട് ടെൻഷൻ അടിക്കണ്ട. ചെറിയൊരു പോർഷൻ അല്ലേ, ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തേ. എന്തായാലും ടെൻസ് ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഏത് ടെൻസ് ആണ്? Past tense. പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ പാസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് അങ്ങനത്തെ വേർഡ്സ് ഒക്കെയാണ് വരാ. ഓക്കെ, വെർബ് ഏത് ഫോം ആണ് വരാ? V2 ആയിരിക്കും മെയിൻ ആയിട്ട് വരാ. ഓക്കെ, മതി പറഞ്ഞു നോക്കിയോന്ന്. അഞ്ജലി കഴിഞ്ഞോ? എഴുതിയത് വരുമെന്ന് പറയാമോ? ഞാൻ പറയാം മാം. പറയൂ. കുറച്ച് എഴുതിയിട്ടുള്ളൂ, അതുവരെ പറയാം. Once upon a time there was a good king. The king's daughter was very beautiful. The princess had a golden ball that shone like the sun. She loved to play in the garden. One day while the princess was playing, the golden ball fell into a nearby well. ബാക്കി ഞാൻ എഴുതിയില്ല. Okay. Naina. Thank Yes, you. ma'am. Once upon a time, there was a good king. The king's daughter is very beautiful. The princess had a ball that shining like the sun. She loved to play in the garden. The golden ball fell nearby the well. The princess started crying. The frog sitting on the well side and watching this. Yeah. Okay. ഇനി റഹ്നാൻ. Thank you. ഞാൻ ശരിക്കും എഴുതിയിട്ടില്ല. ഗെയിമാണില്ല, ഞാൻ ശരിക്കും എഴുതിയില്ല. എഴുതിയില്ല. ഓക്കെ. അഞ്ജലി എഴുതിയോ? നോ മാം, ഞാൻ മലയാളം പോലും എഴുതിയിട്ടില്ല, അതുകൊണ്ട് എഴുതിയില്ല. അടുത്ത ക്ലാസ്സിൽ പറയാം. നയനയുടെ നോക്കിയിട്ടേ മലയാളം എഴുതിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. ഓക്കെ. അപ്പൊ എന്താണ് ആൻസർ? എന്താ വരാ? ബാക്കി പറയട്ടെ. എന്തോ ബാക്കി ലാസ്റ്റിലെ 2 പോയിന്റ് പറയട്ടെ. പറയാം. The princess started crying. A frog near the well was watching all this. ഓക്കെ. എല്ലാവരിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ്. ഫസ്റ്റ്, ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. എന്നെങ്ങനെയാ പറയാ?
once upon a time ടൈമിനേക്കാളും ബെറ്റർ ഏതാണ്? there was മാത്രം യൂസ് ചെയ്താലും മതി. ഓക്കെ, ഒരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞ എല്ലാവരും? ഗുഡ് കിങ് ആണ് പറഞ്ഞത്. ഗുഡ് കിങ് എന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. വേർഡ് എല്ലാവരും നോക്കാം. ഗുഡിന് പകരം എന്ത് യൂസ് ചെയ്യാം? ഒരു കൈൻഡ് ചേർക്കാം അല്ലെ? അപ്പോ there was a kind king in a place. അവർ എഴുതിക്കണ്ട, ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ഞാൻ അതിന് ശേഷം ടെക്സ്റ്റ് ചെയ്യും, നമുക്ക് എഴുതിയാൽ മതി. അപ്പോ ഫസ്റ്റ് സെന്റൻസ്, there was a kind king in a place. ഒരു സ്ഥലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഒരു സ്ഥലമായിരിക്കും വരാനെ. ഒരു രാജാവ് ഉണ്ടായിരുന്നു. there was a kind king in a place. നെക്സ്റ്റ്, രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. എന്തെങ്ങനെയാ പറയാ? രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. daughter. The king daughter is very beautiful. Yeah, the king's daughter was very beautiful. അതിസുന്ദരിയായിരുന്നു എന്നാണ് അല്ലെ? അപ്പോ the king's daughter was very beautiful. നെക്സ്റ്റ്, ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്ത് ഉണ്ടായിരുന്നു. ഇങ്ങനെയാ പറയാ? രാജകുമാരിക്ക് ഉണ്ടായിരുന്നു എന്നാ പറയാ. അപ്പൊ ഇങ്ങനെയാ പറയാ? the princess എന്താ പറയാ? had ആണ് പറയാ. the princess had എന്താ ഉണ്ടായിരുന്നേ? Golden ball. Yeah, അപ്പൊ the princess had a golden ball. അത് എന്താണ്? സൂര്യനെ പോലെ തിളങ്ങുന്ന ഒന്നാണ് അല്ലെ? അപ്പൊ എന്താ പറയാ? തിളങ്ങുന്ന ഒന്നായിരുന്നു അല്ലെ? തിളങ്ങുന്നതായിരുന്നു എന്നാ. അപ്പൊ the princess had a good golden ball which was shining like the sun. Okay, which was shining like the sun. Next, അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. അതെല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയിരുന്നു. She liked to play in the garden. Liked ആണ്, liked ഇടി ചേർക്കണം. She liked to play in the garden. ഗാർഡനിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. നെക്സ്റ്റ്, കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെ? രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്വർണ്ണ പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. അപ്പൊ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്ങനെയാ പറയാ? രാജകുമാരി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്ങനെയാ പറയാ? When she was playing. Yeah, when രാജകുമാരിയാണ്. അപ്പൊ when the princess was playing. The princess was playing ഒരു ദിവസമാണ് അല്ലെ? അപ്പൊ when the princess was playing a day. A day പറഞ്ഞാലും മതി. one day പറഞ്ഞില്ലെങ്കിലും a day പറയാം. Okay, കുറച്ച് ബെറ്റർ വേർഷൻ ആണ്. So when the princess was playing a day, എന്ത് പറ്റി? ഗോൾഡൻ ബോൾ അടുത്തുള്ള കിണറ്റിൽ വീണു. അപ്പൊ എന്താ പറയാ? ഗോൾഡൻ ബോൾ Fell into the well. fell അല്ലല്ലോ. fall എങ്ങനെയാ പറയാ? V1 V2 V3 എന്താ? Ball fell. Yeah, fell ആണ് വരാ കേട്ടോ. A golden ball fell into a nearby well. Okay, into a nearby well. When the princess was playing a day, golden ball fell into a nearby well. Okay, next, കരയാൻ തുടങ്ങി അല്ലെ? പ്രിൻസസ് കരയാൻ തുടങ്ങി. The princess was sorry, the princess കരയാൻ തുടങ്ങി എന്നാണ്. The princess started to cry. ഇത്രയേ ഉള്ളൂ. The princess started to cry. ഇനി അടുത്ത ഒരു തവള എന്താണ്? കിണർ വക്കിലിരുന്നൊരു തവള അതെല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നാണ് അല്ലെ? അപ്പോ തവള എവിടെയായിരിക്കുക? എ ഫ്രോഗ് ആണ് അല്ലെ? ഒരു ഫ്രോഗ്. എ ഫ്രോഗ് beside the well. കിണറിനടുത്തിരിക്കുന്നു അല്ലെ? A frog sitting beside the well was seeing all these. കാണുന്നുണ്ടായിരുന്നു അല്ലെ? കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ seeing ആണ്. A frog sitting beside the well was seeing all these എന്നാ വരാ. സോ നിങ്ങൾ എഴുതിയവര് എന്തൊക്കെയാണ് ഇവിടേക്കാണ് മിസ്റ്റേക്സ് എന്ന്
കറക്റ്റ് ചെയ്യുക, റെക്ടിഫൈ ചെയ്യുക. ഓക്കെ, ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉള്ളു കുറച്ച് അല്ലെ. അത് എന്താണ്, കുറച്ചൊക്കെ വേർബ് അല്ലെ, വേർബ് ഏത് ഫോമാണ് വേർബ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യണം. ദെൻ നിങ്ങളുടെ എന്താണ് ഏത് ടെൻസ് ആണ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അവിടെ ഏത് ഓക്സിലറി ആണ് വരുന്നത് നോക്കുക. വാസ് ആണ് വരാ, മെയിൻലി വാസ് ആണ് വരാ അല്ലെ. ഈസ് ആയിരിക്കില്ല, വാസ് ആയിരിക്കും, അത് ഓക്സിലറി ആണ്. സോ അത് വരുന്നു. ദെൻ വെർബ് പാസ്റ്റ് ആകുമ്പോ ഈഡ് ചേർക്കുന്നോട് ഈഡ് ചേർത്ത് വരാം. സ്റ്റാർട്ട് ആണെങ്കിൽ സ്റ്റാർട്ടഡ് വരാം അല്ലെ. ഫെൽ ആണെങ്കിലോ, ഫോൾ ആണെങ്കിൽ ഫെൽ ആണ് വരാം, ഒരിക്കലും ഫെൽഡ് വരില്ല അല്ലെ. അപ്പൊ ചെറിയ ചെറിയ മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ വാസ് ഷൈനിങ് അല്ലെങ്കിൽ വാസ് സീയിങ്, കണ്ടോ? അങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് എവിടേക്കാണ് നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ വാല്യൂ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? ചെറിയൊരു കഥയായിരുന്നില്ലേ, സിമ്പിൾ അല്ലേ? അപ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കാം. ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു ടോപ്പിക് തന്നാൽ നിങ്ങൾ സംസാരിക്കോ? ബാക്കി കൂടെ പറയാനോ? കഥയോ? ഓ പിന്നെ നോക്കട്ടെ, ഞാൻ ഇനി അടുത്ത ക്ലാസ്സിലും ഒരു കഥയായിട്ട് വരാം. ഓക്കെ, പെട്ടെന്ന് എഴുതുന്നേ ഉള്ളൂ. പെട്ടെന്നൊന്ന് എഴുതിയാൽ നമുക്ക് ക്ലാസ് അതിങ്ങനെ ലാഗ് ചെയ്യും, കുറച്ച് ലാഗോ. ഓക്കെ, ഇനിയിപ്പോ ക്ലാസ്സിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ എല്ലാം ചെയ്യാം. കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലിയർ ആകും. കാരണം ടെൻസും എല്ലാം ഗ്രാമർ ഏകദേശം നിങ്ങൾക്ക് അറിയാലോ. എവിടേക്കാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലെ. മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഇതെല്ലാനും? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. യെസ് മാം. യെസ് മാം. അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഞാൻ ടോപ്പിക് തന്നാൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ സംസാരിക്കോ? യെസ് മാം. ക്ലാസ്സിൽ ആദ്യം കുറച്ച് പേരേ ഉള്ളൂ. സോ മാക്സിമം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വന്ന് സംസാരിക്കാം. ഓക്കെ, ഒരു ഡിബേറ്റ് പോലെയൊക്കെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാം. കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ നിങ്ങളെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ടോപ്പിക് എന്ന് പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ അവർ ലൈഫ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഇംഗ്ലീഷിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ആസ് എ വുമൺ, ആസ് എ ഹ്യൂമൻ ബീയിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ്, ഇതാണ് ടോപ്പിക്. മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ക്ലാസ്സിൽ എന്തായാലും ജോയിൻ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. സമയമില്ല, സമയം ഉണ്ടായില്ല മിസ്റ്റേക്ക്, ഞാൻ ചെയ്തില്ല മിസ്റ്റേക്ക് ഒന്നും പറയരുത്. ഓക്കെ, കഴിവതും പ്രാക്ടീസ് ചെയ്യാം, നന്നായിട്ട് പറയാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ആ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ കുറെ ഉണ്ടാവുന്ന ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ എത്ര ഇമ്പ്രൂവ് ആയി അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ടോപ്പിക് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ്. ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് മറക്കരുത്. ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ മിസ് പഠിച്ചിട്ട് വരാം മിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കരുത് ആരും. ഓക്കെ, അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you.